വാനസേനാഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ വാനസേനാഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടുന്നു ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടുന്നു ഉയർത്തിയിടും ഞാനെന്റെ കണ്ണുകൾ തുണയാരോടും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45 സങ്കീർത്തനം 16 വാക്യം. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും, സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. വിശ്വസ്തരായവരുടെ ജീവിതത്തിലൂടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരാളിൽ മാത്രം അവസാനിക്കുന്നതല്ല, അത് മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും തുടരുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ തുടർച്ചയെയാണ് കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താണ് പകർന്ന് നൽകുന്നത്? സമ്പത്തോ വിദ്യാഭ്യാസമോ അതിലുപരി ദൈവഭക്തിയോ? ഭൗതിക സമ്പത്ത് നശിച്ചു പോകും, എന്നാൽ ആത്മീയ പൈതൃകം തലമുറകളോളം നിലനിൽക്കുന്നതാണ്. ദൈവം തൻ്റെ ജനത്തെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ലോകത്തിന് വെളിച്ചം പകരും. പ്രിയരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഇന്നത്തെ ജീവിതത്തിന് മാത്രമല്ല, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ വിശ്വാസവും സമർപ്പണവും നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആത്മീയമായ സ്വാധീനമുണ്ടാക്കുവാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കുക എന്നതാണ് വിശ്വാസിയുടെ കടമ. പഴയനെ ഓർത്ത് വിലപിക്കാതെ പുതിയ തലമുറയിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന വലിയ കാര്യങ്ങൾക്കായി വിശ്വസ്തയോടെ നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിലൂടെ എൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.